ഒരുപാട് ആളുകൾ പറയുന്ന എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, പിന്നെ ഇങ്ങനത്തെ ഒരു യാത്ര പോസിബിൾ ആണോ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നത്, നമ്മൾ സാധാരണക്കാർക്ക് നടക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ സംബന്ധിച്ച് എൻ്റെ പേര് സൽമാൻ എന്നാണ്, ബാപ്പു എന്ന് വിളിക്കും. ഞാൻ യാത്ര എൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സത്യസന്ധമായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കുന്നുള്ള ഡിസിഷനാണ് ഏറ്റവും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ആ തീരുമാനം എടുത്തിട്ട് അതിലൂടെ പോകാന്നുള്ളതാണ്, മുന്നോട്ട് തന്നെ പോകാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പ്ലാൻ ചെയ്തപ്പോൾ ഇത് കഴിഞ്ഞൊരു 6 മാസത്തോളം നമ്മളിതിൻ്റെ പിന്നിലുണ്ട്, 1 വർഷത്തോളമായിട്ട്. ഒരുപാട് ആളുകളോട് പറഞ്ഞത് ഇത് നടക്കുമോ, നടപടിയാണ്, കേസല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ ഫണ്ട് ഞാൻ അവിടുന്ന് കണ്ടെത്തി വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ പറയില്ല, ഞാൻ യാത്രക്ക് വേണ്ടി കയ്യിൽ ഒന്നുമില്ല, സീറോയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് യാത്രക്ക് വേണ്ടി ഏകദേശം 2 ലക്ഷം രൂപയോളം ചിലവുണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെങ്കിൽ. അപ്പോൾ അതും നടക്കും, വരും, എൻ്റെ കയ്യിലോട്ട് വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യാത്രക്ക് ഇറങ്ങിയപ്പോൾ വെറും 10,000 രൂപ വെച്ചിട്ട് വണ്ടിമേ വർക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച ഒരാളാണ്. ഇപ്പോൾ ഈ വണ്ടി ഇത്രത്തോളം സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും പറയും, ചില ആളുകളൊക്കെ നമ്മളോട് പേഴ്സണൽ സംസാരിക്കുന്നതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, വീഡിയോ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്, ഇത് ചെയ്യണമെന്ന്. പക്ഷേ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും കളിയാക്കുകയാണ്, ഭയങ്കര എതിർക്കുകയാണ്, നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ആ കേസിൽ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ മേൽമുറിയിൽ നിന്ന്, എൻ്റെ വടക്കേപ്പുറത്ത് നിന്ന്, പിന്നെ നമ്മളെ മലപ്പുറത്ത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സപ്പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ പറഞ്ഞാൽ എല്ലാത്തിലും നെഗറ്റീവ്സ് ഉണ്ടാവും, നമ്മളതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള കേസേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചിന്തിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ നാട്ടുകാർക്ക്, നമ്മളെ സുഹൃത്തുക്കൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യലല്ല പണി. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരുടെ ലൈഫിലെ കാര്യങ്ങളുണ്ട്, അവർക്ക് നമ്മളെ താങ്ങി നടക്കല്ല പരിപാടി. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ എൻ്റെ നടിയിൽ നല്ല കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ കുറേ ലൈക്ക് അടിക്കണം, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അവർക്ക് അവരുടേതായ പരിപാടികളുണ്ട്. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവും, അവരിനി ഇതിൻ്റെ അപ്പുറത്തുള്ളൊക്കെ അവൻ്റെ അടുത്ത് വരും, അവർ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സപ്പോർട്ടാണ് എല്ലാവരും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ തൊഴിഞ്ഞ് പോയിക്കോളണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. പിന്നെ എവിടെ ആയാലും നെഗറ്റീവ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ മൈൻഡിലോട്ട് എടുക്കാണ്ടിരിക്കുക. കാരണം ഇതൊക്കെ പലതരം ആളുകളല്ലേ, പല അമ്മക്ക് പല പാക്ക് ഉണ്ടായ ആളുകളാണ്, പലതരം മൈൻഡ് സെറ്റുള്ള ആളുകളാണ്, ഇൻട്രോവേർട്ട് ഉണ്ടാകും, പല 8-10 തരം ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സിന് നമ്മുടെ ലോകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രൊപ്പഗണ്ടകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള ഞാൻ ചിന്തിക്കലില്ല, നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മൾ ദേശീയോ ഭാഷയോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ നമ്മളാണ്. കാരണം ഈ ഷോൾഡർ മട്ടാണ് ഞാൻ നടക്കേണ്ടത്. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക, അവർ ദേഷ്യം കാണിച്ചാൽ. അപ്പോൾ അവരോട് നമ്മൾ ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് അവർക്ക് മനസ്സിലാവും, കുറച്ച് കാലം കൊണ്ട് അവർക്ക് മനസ്സിലാവും എന്തിനാണ് അപ്പോൾ നമ്മളിപ്പോൾ അവനോട് കുറേ ഇതായിട്ട് എടുക്കണം, നമ്മളോട് കൂളാണ്, അവൻ്റെ മൈൻഡിലൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പിന്നെ നമ്മളൊപ്പം കൂടെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും സ്മൂത്തായിട്ട് സത്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും. നമ്മുടെ ഡിസിഷനാണ് ഏറ്റവും മെയിൻ. ഏറ്റവും പോസിറ്റീവിൽ ചിന്തിക്കുക, നെഗറ്റീവിലോട്ട് സംസാരിക്കാണ്ടിരിക്കുക, നോക്കാണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്ത് അങ്ങനെ ദേഷ്യം വാശി ഉണ്ടെങ്കിൽ നമ്മളെ ഷോൾഡർ നമ്മൾ എത്ര കാലം വെച്ച് നടക്കണോ അത്ര കാലം നമുക്കാണ് പ്രശ്നം. കാരണം നമ്മളെ സമയം നഷ്ടമുള്ളൂ, നമുക്കതുകൊണ്ട് ഒരു സന്തോഷമോ ഒരു പ്രോഫിറ്റോ കിട്ടാൻ പോകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ വണ്ടിൻ്റെ വർക്ക് എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ നാട്ടിലുള്ള, നമ്മുടെ മേൽമുറിയിലുള്ള, നമ്മുടെ മലപ്പുറത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ എനിക്ക് തോന്നുന്നു 1-2 അവർക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ബിസിനസ്സിന് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകും. കാരണം ഇന്ന് അവർ വിളിക്കാറുണ്ട്, എനിക്ക് വണ്ടിൻ്റെ എല്ലാ വർക്ക് എടുത്ത് എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപേനെ മേലെ വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് അങ്ങനെ ഫണ്ട് എല്ലാം ചിലവായിട്ടില്ല. കാരണം ഒക്കെ അവർ ചെയ്തു തന്ന പരിപാടികളാണ്. നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ലെവലിൽ അവർക്ക് അതിനൊരു വീഡിയോ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അവർക്ക് അതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇപ്പോഴും എല്ലാവരും നമ്മൾ കോൺടാക്റ്റുള്ള ആൾക്കാരാണ്. ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ യാത്രൻ്റെ ഫണ്ട് ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ, കട ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അത് നമുക്കും ഒരു ഇൻസ്പിറേഷൻ. കാരണം നമ്മൾ അവർക്കൊരു സംഭവം ചെയ്ത് കൊടുത്തിട്ടാണല്ലോ, നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി വാങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ യാത്ര ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് ആർക്കും നടക്കും. ഇപ്പോൾ ഞാൻ യാത്ര പോകുമ്പോൾ, പുറപ്പെടുമ്പോൾ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ തിരിച്ചു വരുമോ, ഒന്നുമില്ല. ഞാൻ ഫുൾ മൈൻഡ് ഫ്രീ ആയിട്ട് വക്ക കൂളായിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ പോകണത് എന്താ വെച്ചാൽ, ഞാനിനി എത്ര മാസം നിൽക്കുന്നത്, ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കൊണ്ടുവന്ന് വരും, ചിലപ്പോൾ 40 ദിവസം, 400 ദിവസം, ചിലപ്പം അതിലൂടെ വേറെ എന്തെങ്കിലും സംഭവം ഒന്നും എനിക്കറിയില്ല നമ്മൾ യാത്ര. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം, ആ ഡ്രീമിൻ്റെ ഒപ്പം കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ വീട്ടുകാരൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ അപ്പോൾ 2 ദിവസം മുന്നേ രാവിലെ എണീറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ അപ്പുറത്ത് ആരോടോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ഇപ്പോൾ യാത്രൻ്റെ ഉദ്ദേശം ഇപ്പോൾ എന്താണ്, അവൽ എന്തുകൊണ്ടാണ്, എന്തിനാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മക്ക് പോലും ഇപ്പോൾ അത് മനസ്സിലായി തുടങ്ങി. അവരോട് പറഞ്ഞിട്ട് മറുപടി എന്താ വെച്ചാൽ, ഓൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെ ആഗ്രഹത്തിനൊക്കെ ഓൻ കൂടെ നിൽക്കാറുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി ഫുള്ള് സേഫ് ആക്കിയിട്ടേ പോരുള്ളൂ. അപ്പോൾ ഞാൻ മറുപടി കൊടുത്തത്, ഓൻ്റെ ആഗ്രഹത്തിന് നമ്മൾ എല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും, അത്രേ ഉള്ളൂ എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയൊക്കെ നമ്മളൊപ്പം കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് പറയപ്പെടുന്നത് തന്നെ അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ള, അതുപോലുള്ള നാട്ടുകാരാണ്, അതുപോലുള്ള സുഹൃത്തുക്കളാണ്, അതുപോലുള്ള അയൽവാസികളാണ്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് എനിക്ക് തോന്നിയില്ല. എനിക്ക് 100% ഉറപ്പാണ് ഞാനിവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയോടെ സേഫ് ആയിരിക്കും എന്നുള്ളത്. എനിക്ക് ആ ഒരു സംഭവത്തിലുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം
നമ്മളിതിൽ ഫണ്ട് അറേഞ്ച്മെൻറ്റ്സിൽ ഏറ്റവും റിസ്കി വരുന്നത് നമ്മളൊരു 6 മാസം നമ്മൾ മാറി നിൽക്കുമ്പോൾ അതാണ് ഒരുപാട് ആളുകളുടെ പ്രശ്നം. അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ അവനവൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ പ്രശ്നം നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഫാമിലിക്കുള്ള ഒരു ഫണ്ട് ഉണ്ട്. അത് നമ്മൾ എന്തായാലും കണ്ടെത്തണം. അത്യാവശ്യം നല്ലൊരു ഫണ്ട് നമ്മൾ ഫാമിലി കൊടുക്കണം. കാരണം നമ്മൾ സാധാരണക്കാർ, നമുക്ക് കുറിയുണ്ട്, അടവുകൾ ഉണ്ടാവാം, വീട്ടിലെ ചിലവുകൾ, ഹോസ്പിറ്റൽ കേസുകൾ, കറണ്ട് ബില്ല്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊക്കെ ഒരു 10-15 വർഷമായിട്ട് +2 പഠിക്കണം മുതൽ നമ്മളെ വീട് നോക്കാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്പത്തിൽ ഇപ്പം മരിച്ചു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പോയിട്ട് 10ാം ക്ലാസ് മുതൽ നമ്മൾ വർക്കിന് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ അന്നേയുള്ള നമ്മളോരോ ഡ്രീമുകളാണ്, ഒന്ന് പോകണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ അന്ന് പറ്റില്ല. ഇന്നിപ്പോൾ അതിൻ്റെ സാഹചര്യം ഒരുങ്ങിയത്. അപ്പോൾ ഇനിയുള്ള ഫണ്ടുകൾ ഞാൻ പറയട്ടെ. ഞാനൊരു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഫണ്ട് വേണമെങ്കിലും ഞാൻ കൂടുതൽ ആൾക്കാരോട് അതിനെപ്പറ്റി സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയാണ്, നമ്മളത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ നാട്ടിൽ നിന്ന്, നമ്മളെ മലപ്പുറം ജില്ലയിൽ, നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ അതിനുള്ള ആളുകൾ വരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ തമിഴ്നാട്, പിന്നെ കുളു മണാലി, പിന്നെ പഞ്ചാബ്, നേപ്പാൾ, ഇത്രയും സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾ വരുമ്പോൾ അറിയിക്കണം, നമ്മളിവിടെ അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും, നിങ്ങളുടെ റൂം, ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷത്ര ആളുകൾ. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സ് പോലും പറയപ്പെടാൻ ആഗ്രഹിക്കണം. കാരണം അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊപ്പഗണ്ടായിട്ട് നമ്മൾ കണക്കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും പറയും, ഇപ്പോൾ ചില ആളുകൾ ഒരുപാട് ഏരിയ നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മളെ കണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഫോളോവേഴ്സാണ് പറയും ഇവരൊക്കെ. അപ്പോൾ ഞാൻ പറയും, ഫോളോവേഴ്സ് അല്ല, നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവരും അങ്ങോട്ടുള്ള സുഹൃത്തുക്കളാണ്. ഒരു ബന്ധമാണ് ഏറ്റവും വലുത് എന്നുള്ളത്. ഫോളോവേഴ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഒരു പേര് മാത്രമാണ്. അപ്പോൾ എത്ര ആളുകൾ സംസാരിക്കുമ്പോഴും ഒരാൾ പോലും നമ്മളൊരു നെഗറ്റീവായിട്ട് ഇന്നുവരെ സംസാരിക്കുന്നതിനെ പറ്റി അങ്ങനെയുള്ള ഒരു ചിന്തകളോ വന്നിട്ടില്ല. ഒന്നാമത് ഞാൻ നെഗറ്റീവിനെ തീരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനതിൻ്റെ മൈൻഡിൽ എടുക്കലില്ല. ഇതിലൂടെ കേൾക്കും, ഇതിലൂടെ വിടും. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞ ഒരാളുണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ സക്സസ്സിലോ നമ്മളെ ഫെയിലിയറിലോ പറഞ്ഞ ഒരാളുകളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കുക, നമ്മൾ തന്നെ പോവുക. സത്യസന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ലോകം തന്നെ ഒരു കുടക്കീലായിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട്. അത്രേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചും ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. എൻ്റെ എല്ലാ പരിപാടികളും അങ്ങനെയാണ്. നമുക്കൊരു ഇപ്പോൾ ഈ ചില ആളുകൾ നല്ല ഹെവി സ്പോൺസർഷിപ്പൊക്കെ നമ്മൾ പറയുമ്പോഴേ, അപ്പോൾ അതന്നെ നമുക്ക് പേടിയാണ്. കാരണം അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ പറയുമ്പോൾ അവർക്ക് എന്താണോ താല്പര്യം അത് മാത്രം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങളും ഒരു യാത്രക്ക് തീരുമാനിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ആളുകളുണ്ടാവും കട്ടക്ക്. അതിൽ നെഗറ്റീവ്സുകൾ വരാം, അവരോട് ചിരിച്ചിട്ട് അത് തള്ളുക എന്നുള്ളത് മാത്രമാണ്. നമ്മളതിന് കൂടുതൽ മറുപടി കൊടുക്കുക. അത് എല്ലാ നാട്ടിലും എല്ലാവരും ഉണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞേ, അതൊക്കെ പല ആളുകൾക്ക് പല തരത്തിലുള്ള ആളുകൾ, പല ചിന്താഗതി, പല ചുറ്റുപാടിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കും അവരങ്ങനെ ചിന്തിപ്പിക്കുന്നത്, അവരങ്ങനെ സംസാരിപ്പിക്കണമൊക്കെ. അല്ല, ഇതിലൊന്നുമില്ല. നമ്മൾ ദേശീയ ഭാഷയൊന്നും ഇല്ലാണ്ട് 10-60 കൊല്ലം നമ്മളെ ഭൂമിയിൽ നമുക്കുണ്ടാവും മാക്സിമം പോയി കഴിഞ്ഞാൽ. അത് നമ്മളെ ഫാമിലിൻ്റെ ഒപ്പം ഭയങ്കര ചില്ലാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ മറക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ക്യാഷ് സമ്പാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പോയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ജീവിക്കാനും കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പം നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ പോലും നമ്മളുടേതായ ഒരാളെ ഉപദ്രവിക്കാണ്ട്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരാളെ ഉപദ്രവിക്കാണ്ട് നമ്മളെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അത് നടത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിനെ ഫുള്ള് സേഫ് സോൺ ആക്കിയിട്ടാണ് ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചത്. അതായിരുന്നു ഇത് കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് നീണ്ടു നിൽക്കാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിതിൻ ഡാട്ടായി വരുന്ന 9-ാം തീയതി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടുകൾ നമുക്ക് വേണം. കാരണം ഇത് എവിടെ എത്തും, ഇത് എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. വ്യക്തമായ പ്ലാൻ നമ്മളെ കയ്യിലുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ആയതുകൊണ്ട് പല സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിന്ന് വരും. ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ പേജിലെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തു എന്നൊക്കെ വരാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അത് പൈസ ആയിട്ടല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരു സംസാരത്തിലൂടെ ആയിരിക്കാം, വാക്കിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, ചില ചിന്തകളിലൂടെ ആയിരിക്കാം, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആട്ടെ ഫ്ലാഗ് ഓഫിന് എല്ലാവരും കാണുന്നുണ്ട്. നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുണ്ട്. നമ്മൾ യാത്ര എല്ലാവരും കൂടിയിട്ട് നമ്മൾ പറഞ്ഞേക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും കൂടി നമ്മൾ പറഞ്ഞേക്കണമെന്നുണ്ട്. അതെല്ലാവരും വിടും. ഒരാളെ വ്യക്തിപരമായിട്ട് നമ്മൾ പേരെടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് എൻ്റെ യാത്രൻ്റെ ഡീറ്റെയിൽ. കഴിഞ്ഞ 6 മാസത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ളതും നമുക്ക് എവിടെ നിന്നാണ് ഫണ്ട് ഒക്കെ പറഞ്ഞില്ലേ, ഒക്കെ ഓരോരുത്തർ നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഓരോ ടീംസുകൾ ഇപ്പോൾ ഓയിൽ ഇപ്പോൾ എന്തായാലും വിളിച്ചിരുന്നു, അമീൻ പുള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് അവനാണ് ഓയിൽ ഫുള്ള് സെറ്റാക്കി തരുന്നത്. ഒന്നും നമ്മളങ്ങോട്ട് കോൺടാക്ട് ചെയ്യണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നടക്കും, എല്ലാവരും ആഗ്രഹങ്ങളും നടക്കും. നമ്മൾ ഡിസിഷൻ എടുത്താൽ മതി, തീരുമാനമാണ് അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ചാതെ കറക്റ്റ് തീരുമാനത്തിലെടുത്ത് ആ തീരുമാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കും. അതിൽ ഫണ്ട് എന്നുള്ളത് ഒരു പകുതി മാത്രമാണ്. അത് നമ്മളെ ചിന്താഗതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഫണ്ടൊക്കെ വരും.